ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുളിഞ്ചിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല പുളിപ്പുള്ള പുളിഞ്ചിക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിഞ്ചിക്ക ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പുളിഞ്ചിക്കയൊക്കെ നമ്മളിങ്ങനെ നടുവിലിങ്ങനെ കീറി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു പാത്രം വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇങ്ങനെ ഇടന്ന് നന്നായി തന്നെ ഇങ്ങനെ പൊട്ടും. കണ്ടോ, കടുക് പൊട്ടുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഗൈസ്, നമുക്ക് കടുക് പൊട്ടുന്ന ടൈമിൽ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ വറ്റൽമുളകാണ്. അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യം പോലെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തോനെയൊന്നും ഇടരുത്. മാക്സിമം ഒരു 2-3 വറ്റൽമുളക് ഇടാൻ. നമ്മൾ ഇവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ടുന്നുണ്ട്. ഇത് നന്നായിട്ട് കിടന്ന് തിളക്കിയെല്ലാം ഇങ്ങനെ കിടന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് ഈ തക്കത്തിന് ഇതിലേക്ക് അത് നമ്മൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മളിതിലൂടെ ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി നമുക്ക് എത്ര വേണോ അത്രയും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ നല്ല പുളിപ്പുള്ള പുളിഞ്ചിക്ക ഇതിലോട്ട് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കാം. നല്ല പുളിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. എനിക്കിത് കാണുമ്പോൾ മാങ്ങയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. മാങ്ങ സീസണൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ മാങ്ങ സീസണാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുവാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ ഉപ്പിലിട്ട പുളിഞ്ചിക്കയാണ് അച്ചാറിടുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ നമ്മളിടാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് ഇതാണ് കേട്ടോ എന്നും ചോറിൻ്റെ കൂടെ കൊണ്ടുപോകുന്നത്. ഇതുണ്ടെങ്കിൽ എനിക്ക് ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തൊക്കെ അമ്മ ഇട്ട് തരുന്ന പുളിഞ്ചിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഇത് കഞ്ഞിരുടെയൊക്കെ കുടിക്കാൻ പൊളി ടേസ്റ്റാണ്. എനിക്കൊന്ന് പണ്ട് മുതലേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ് ഈ അച്ചാറെന്ന് പറയുന്ന സംഭവം. ഇത് പുളിഞ്ചിക്കയെന്നില്ല, മാങ്ങ അച്ചാറായാലും നാരങ്ങ അച്ചാറായാലും ഈത്തപ്പഴ അച്ചാറായാലും. ഈത്തപ്പഴ അച്ചാർ നല്ല ടേസ്റ്റാണ്. പിന്നെ പുളിഞ്ചിക്ക അച്ചാറായാലും അമ്പഴങ്ങ അച്ചാറായാലും ചാമ്പയ്ക്ക അച്ചാറായാലും. അപ്പോൾ ഗൈസ്, നിങ്ങളിത് മറക്കാതെ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവരാണ്. കാരണം ഇതുണ്ടാക്കാത്ത ഒരു മലയാളികളും ഇല്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.